ഹലോ മക്കളെ, അപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ +2 ഓണം എക്സാമിന്റെ ടൈം ടേബിൾ ഇതാ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത്തവണത്തെ ടൈം ടേബിൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓഗസ്റ്റ് 18 നമ്മുടെ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ആദ്യത്തെ എക്സാം വരുന്നത് പാർട്ട് 2 ലാംഗ്വേജ്, അതായത് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് ആദ്യത്തെ എക്സാം നമുക്ക് വരുന്നത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് ഗ്യാപ്പ് ഒന്നുമില്ല. തൊട്ടടുത്ത ദിവസം തന്നെ 19-ാം തീയതി മോർണിംഗിൽ നമുക്ക് ഇംഗ്ലീഷിന്റെ എക്സാം വരുന്നുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം കുറച്ച് ക്രിട്ടിക്കലാണ്, കാരണം ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു എക്സാം കൂടി വരുന്നുണ്ട്. ആഫ്റ്റർനൂൺ സെഷനിൽ മാത്തമാറ്റിക്സ് ഓപ്ഷൻ പേപ്പർ ഉള്ള മക്കൾക്ക് അതിന്റെ എക്സാം കൂടി ഉണ്ടായിരിക്കും. അപ്പൊ അന്നത്തെ ദിവസം നമുക്ക് ക്രിട്ടിക്കൽ ആവാൻ കാരണം മാത്സ് ഓപ്ഷൻ പേപ്പർ ഉള്ള മക്കൾക്ക് 2 എക്സാം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ദിവസം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അതിനുശേഷം 20-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം വരുന്നത്. അന്ന് നമുക്ക് പൊളിറ്റിക്കൽ സയൻസും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഓപ്ഷൻ പേപ്പർ ഉള്ള മക്കൾക്ക് അന്ന് എക്സാം ഉണ്ടായിരിക്കും. അതിനുശേഷം 21-ന് അടുത്ത എക്സാം വരുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം. അന്ന് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓപ്ഷൻ പേപ്പർ ഉള്ള മക്കൾക്ക് അന്ന് ഉച്ചയ്ക്ക് ശേഷം എക്സാം ഉണ്ടായിരിക്കും. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ 22-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ എക്കണോമിക്സിന്റെ എക്സാം വരുന്നത്. നമ്മുടെ മെയിൻ പേപ്പർ കോർ പേപ്പേഴ്സിലെ ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ്. അതിനുശേഷം നമുക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. 23-നും 24-നും നമുക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. ഫ്രൈഡേ ആണ്. സാറ്റർഡേ സൺഡേ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അക്കൗണ്ടൻസിന്റെ എക്സാം വരുന്നുണ്ട് 25-ാം തീയതി. അപ്പൊ അക്കൗണ്ടൻസി പഠിക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം സമയമുണ്ട്. 2 ദിവസത്തെ സമയം കിട്ടുന്നുണ്ട്. അതിനുശേഷം 26-ന് നിങ്ങൾക്ക് എക്സാം ഇല്ല. അത് കഴിഞ്ഞിട്ട് 27-നാണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെയും നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പ് പഠിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്തവണത്തെ ടൈം ടേബിളിൽ നമുക്ക് ആദ്യം ഗ്യാപ്പ് ഒക്കെ കുറവായിട്ടാണ് ആദ്യം വരുന്നത്. പിന്നെ നമ്മുടെ അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും പഠിക്കാൻ മാത്രമാണ് നമുക്ക് അത്യാവശ്യം ഗ്യാപ്പ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇത്തവണത്തെ ടൈം ടേബിൾ. അപ്പൊ ഉഷാറായിട്ട് തന്നെ ഈ ഗ്യാപ്പ് കിട്ടുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഒരു ദിവസം 2 എക്സാം വരുന്ന കേസിൽ നമ്മൾ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ ഇത്തവണത്തെ ഓണം എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എല്ലാ സബ്ജക്റ്റും അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതണം. എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ട കിടിലൻ സ്റ്റഡി പ്ലാനുമായിട്ട് നാളെ വൈകുന്നേരം കൃത്യം 7 മണിക്ക് നമ്മുടെ കൊമേഴ്സ് എൻജാർ ടീം നിങ്ങളെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും നാളത്തെ ലോഞ്ചിൽ കൃത്യം ജോയിൻ ചെയ്യുക. അപ്പൊ ഇത്തവണത്തെ ഓണം എക്സാം നമുക്ക് അടിപൊളിയാക്കണം. ഫുൾ മാർക്കും സ്കോർ ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്.